തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വിലങ്ങൻകുന്ന്. തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ റോഡ് കുന്നിൻ്റെ കിഴക്കേ ചെരുവിലൂടെ കടന്നു പോകുന്നു. തൃശ്ശൂരിലെ അമല ആശുപത്രിയുടെ സമീപത്താണ്. 80 മീറ്ററോളം പൊക്കത്തിലുള്ള ഈ കുന്ന് തൃശ്ശൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. തൃശ്ശൂരിൻ്റെ നഗര സൗന്ദര്യവും ചുറ്റുപാടുമുള്ള ഉപനഗരങ്ങളും പ്രകൃതി രമണീയതയും ഒരുപോലെ തന്നെ ഈ കുന്നിൻ മുകളിൽ നിന്ന് കാണാവുന്നതാണ്. വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ഒരു ഔട്ട്ഡോർ തിയേറ്റർ ഉണ്ട്. കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്കും. അടാട്ട് ഗ്രാമപഞ്ചായത്തും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമാണ് നവീകരണ പദ്ധതികൾ നടത്തുന്നത്. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെലങ്ങൻകുന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അത് എവിടെയാണെങ്കിൽ നമ്മൾ കുന്നംകുളത്ത് നിന്ന് വരുമ്പോൾ അമല ആശുപത്രി കഴിഞ്ഞ വഴിക്ക് കാണുന്ന റോഡുണ്ട്. അവിടെ ഒരു വലിയൊരു പച്ച കളറിലെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ശോഭ സിറ്റി കഴിഞ്ഞ വഴിക്ക് വരുമ്പോൾ ഇതേപോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഉല്ലസിക്കുന്നത്, അതായത് ഉല്ലാസത്തിന് വേണ്ടി വരുന്ന ഒരു ഏരിയ ആണത്. അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. വെലങ്ങൻകുന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കയറ്റം കിട്ടോ, നല്ല കയറ്റമുള്ളൊരു വഴിയാണത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അവിടുത്തെ അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. വെലങ്ങൻകുന്ന് എത്തിയിട്ടോ നമ്മള്. സാധ്യ റോഡാണ് കേട്ടോ. വഴിയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നുണ്ടായാലും നമ്മൾ വന്നിട്ട് ഇനി നമുക്ക് അവിടേക്ക് എൻട്രി ചെയ്യാനുള്ള ഇതെടുക്കണം, ടിക്കറ്റ് എടുക്കണം നമുക്ക്. അപ്പൊ അതിരിക്കുന്നത് ടിക്കറ്റിന്റെ ഇങ്ങനെ മുകളിലോട്ട് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് മുകളിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം, കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും വെലങ്ങുന്നല്ലേട്ടാ വന്നുള്ളൂ. വെലങ്ങൻകുന്ന് എത്തിയിട്ടില്ല. വെലങ്ങൻകുന്നിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് താഴെ നമ്മൾ എത്തി. ഇനി നമുക്ക് അതിന്റെ മുകളിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. വെലങ്ങൻകുന്ന് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇതിപ്പോ നമ്മൾ വന്നത് ഇപ്പൊ ഏകദേശം ഒരു 12:30 അല്ലേ, 12:30 മണിയായിരിക്കണം. 12 മണി. ഈ സമയത്തല്ല, ശരിക്കും ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അതാണ് ഇഷ്ടംപോലെ ആൾക്കാർ കൂടി കുടിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു എന്തെന്നാ പറയാ, ശരിക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കാടുകളും കുന്നുകളും ഒക്കെ കയറി. പിന്നെ അവിടെ കുറെ എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ കൂടെ നോക്കണതും അങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ കണ്ടില്ല, ഞങ്ങള് പിന്നെ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു മാതിരി കയറ്റാൻ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു വഴികളൊക്കെ? കൊള്ളാൻ. അയ്യോ എന്ത് കുലുക്കായിരുന്നു ഇവിടെ കാണിക്കണ്ടല്ലോ. അയ്യോ വഴികളെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ശരിക്കും വെലങ്ങൻകുന്നിലേക്ക് വരുമ്പോൾ നല്ല നല്ല റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് എന്തര ആൾക്കാർക്ക് വരാന്നറിയോ. ഇത് ആകെ കുണ്ടും കുഴിയും കട്ടയൊക്കെ. ബൈക്കുമ്മിലൊക്കെ വരുന്നവർക്ക് വലിയ കഷ്ടാ. വലിയ വണ്ടികളൊക്കെ വരുവാണെങ്കിലും അത് ആ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിറ നാശമായി കിടക്കും. അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ എത്ര രസമായിട്ട് ആൾക്കാർക്ക് വരാം, സുഖമായിട്ട് വരാം ആൾക്കാർക്ക്. ഇതിപ്പോ ആകെ ടൂറിസ്റ്റ് പ്ലേസിന് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് റോഡൊക്കെ നിറ നാശമായിട്ട് കിടക്കുക. അപ്പൊ എന്തായാലും ഒരു കാട്ടിൽ വന്നൊരു ഫീൽ ഉണ്ട്. ശരി, ഒരു ഒരു നമ്മളൊരു കാട്ടിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. ശരിക്കൊരു കാടിന്റെ ശരിക്കൊരു കാട്ടിലൂടെ നമ്മള് റോഡ് വെട്ടി നമ്മള് യാത്ര ചെയ്യുന്ന പോലെ. കണ്ടാ അറിയില്ല. ശരിയാ. അവിടെയൊക്കെ താന്നടക്ക, അവിടെയൊക്കെ അല്ലേ, താഴത്തേക്കാ. അവിടെയൊക്കെ എന്ത് കുഴിയാ. ഇനിയുണ്ട് അച്ഛതാ, ഇനിയുണ്ടോ വേറെ? ഇതിപ്പോ നമ്മൾ നോക്കിയപ്പോ ഈ സൈഡിൽ മൊത്തം ഉയരത്തേക്ക് വിട്ട് നല്ല ഒരു വലിയ കാടാണ്. ഇപ്പുറത്തെ ചില അങ്ങോട്ട് കുഴിയാണ്. നാടിങ്ങനെ കുഴി പോലെ പോയിരിക്കും. ആ സൈഡിൽ കാറ് മാറി വെച്ചു.
വരുന്നുണ്ട്. കണ്ട ആ ബോർഡിൽ നോക്കിയ പ്രകൃതിയുടെ പകുതി ഇല്ല, പ്രകൃതി പകുതി ഇല്ല. അയ്യോ, അതിന് നമുക്ക് ഇവിടെ വണ്ടിയിലൊക്കെ വരാം. ഇപ്പൊ സമയം 12 മണിയാണെങ്കിലും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. വിലങ്ങൻകുന്ന് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ കണ്ടുവരുന്നവരുണ്ട്. അതെ, കണ്ടുവരുന്നവരുണ്ട്. അവര് രാവിലെ പോയിട്ട് ഇറങ്ങുന്നവരാണ് ഇവരൊക്കെ കണ്ടിറങ്ങുന്നവരാണ്. നമുക്ക് ഏറ്റവും ഇത് കൂടെ വണ്ടി കൂടെ വരാം, പക്ഷെ നടന്ന് യാത്ര നമ്മൾ ഇതിലൂടെ നടന്ന് നമ്മള് വണ്ടി താഴെ വെച്ചിട്ട് നമ്മള് എങ്ങനെ നടന്നു പോരുക നമ്മൾ ചെയ്തിട്ടാ. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ ദൂരെ ഇത്രയും മറ്റേ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് വണ്ടി താഴെ വെച്ചിട്ട് നടന്നു പോകുന്നത് കേട്ടോ. നമ്മുടെ ഇതാ കാണുക, തൃശ്ശൂരത്തെ പള്ളിയാണ് കാണുന്നുണ്ടോ? തൃശ്ശൂര് ടൗണിൽ നിൽക്കുന്ന പള്ളിയാണ്, വൈറ്റ് പള്ളി. അപ്പൊ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് വണ്ടി താഴെ വെച്ച് നടന്നു പോകുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഉണ്ടല്ലോ, അതാണ് ശരിക്ക് നമ്മൾ വിലങ്ങുകുന്ന് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഒന്നും വെട്ടിത്തെളിക്കാതെ കാടും പടലായിട്ട് കുന്നുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു കൂളിംഗ് ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. നല്ലൊരു എന്തെന്ന് പറയാ, നമ്മൾ ശരിക്കും ഒരു കാട്ടുകൂടെ സഞ്ചരിക്കുന്നത്, നല്ലൊരു തണുപ്പായിട്ട് ആൾക്കാർ ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണണ്ടേ, അപ്പൊ നമ്മളിതൊക്കെ നിങ്ങളെ കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വേണം അപ്പൊ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് വണ്ടി താഴെ വെച്ച് നമ്മള് നടന്ന് എല്ലാരും കാണിക്കണം. പക്ഷെ അവിടേക്ക് എന്താവൂലേ, കുന്നാണത്, ഇങ്ങനെ മൊത്തം കുന്നാണത്. അപ്പൊ നമ്മള് വിലങ്ങുകുന്ന് എത്തിയിട്ട് നമ്മള് എൻട്രി ഫീസ് ഒരാൾക്ക് 20 രൂപയാണ്. 5 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് റേറ്റ്, വലിയവർക്ക് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ എൻട്രി പാസ് മേടിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഉള്ളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ വേലാങ്കുന്നിലേക്ക് എത്തിയപ്പം അവിടെ ഒരു ഇത് കണ്ടു കേട്ടോ, ഒരു ചെറിയൊരു വഴി കണ്ടു നമ്മൾ. അതിൻ്റെ മറ്റേ സൈഡിൽ കൂടെ ഇരുമ്പിൻ്റെ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ എന്താ പറയുക, സേഫായിട്ട് നമുക്ക് ഒരു ഇടവഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ 2 സൈഡിലും എന്താ പറയുക, പച്ചപ്പ് പിടിച്ചുകൊണ്ടുള്ളതാണ്. നല്ല രസകരമായിട്ടുള്ള അന്തരീക്ഷമാണ്, നല്ല കൂളിംഗ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, നമ്മളൊന്നും കേൾക്കാത്ത അങ്ങനത്തെ ഐറ്റംസുള്ള വൃക്ഷങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ എല്ലാവർക്കും വിശ്രമിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഐറ്റം ഇതാണ് കേട്ടോ ഇവിടെ ഈ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ അശോകവനം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൃക്ഷങ്ങൾ ഇപ്പോൾ ഈ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, പ്രകൃതിയെ ഈ സംരക്ഷിച്ച് ഒരു രീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഓരോ സൈഡിലുമായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിശ്രമിക്കണം തോന്നിയാൽ നമുക്കവിടെ ഇരിക്കാം. അതിനൊക്കെയുള്ള ഇതുണ്ടാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. നല്ല രസകരമായിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആസ്വദിച്ച് തന്നെ നമ്മളത് കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്കിങ്ങനെ വന്നിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഇതെന്ന് പറയുക സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. ശരിക്കും നമ്മളൊരു വൃക്ഷം വെട്ടിവെച്ച പോലെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നവർ.
എന്തായാലും നമുക്കൊന്ന് ഇരിക്കാനും ഒക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഒരു ഐറ്റംസ് ആണുള്ളത്. ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇതുപോലെ ഇരിപ്പിടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഒരു കൂടാരം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. അതുമാത്രമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുകാലം എന്നറിയാലോ, ഈ ചൂടുകാലത്തൊക്കെ നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ഏരിയ ആണ് അവിടെ. കാരണം ഇതാണ് സംഭവം കേട്ടോ, അതിന് ഒത്തിരി വൃക്ഷങ്ങളുണ്ട് അവിടെ. ആ വൃക്ഷങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ പരിപാലിച്ചു വന്നു. പിന്നെ ഇതൊരു മറ്റേ എന്താ പറയുക, സെൽഫി പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പാടങ്ങൾ, അതുപോലെ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ ഒരു എന്താ പറയുക വ്യൂ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുള്ളൊരു, അവിടെ നിന്നും കുറച്ചുകൂടി ഉയരത്തിൽ കെട്ടിയ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണിത്. നമുക്ക് എന്താണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈ നഗരം നമുക്ക് മൊത്തമായിട്ട് ശരിക്കും കേട്ടോ, പാടമൊക്കെ കറക്റ്റായിട്ട് നമുക്കിനെ കാണാൻ പറ്റും. പാടം, അതുപോലെ തന്നെ അവിടെ നമ്മുടെ പള്ളി കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അത്രയും നല്ലൊരു വ്യൂ ആണ് അവിടെ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാരണം നല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ പ്രകൃതിയുടെ എന്തെന്ന് പറയുക, ഈ ഭംഗി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ നമുക്ക് അവിടെ നിന്നാലാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ അത്ര ഉയരത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കാണാനും അവിടെ നിന്ന് ഒത്തിരി എന്തെന്ന് പറയുക ഈ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നമുക്ക് പറ്റും. വെലങ്ങുന്ന് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാണാനുണ്ട്, അതുപോലെ തന്നെയാണ് അത്യാവശ്യം നമുക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ റിലാക്സേഷൻ്റെ ഏറ്റവും നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഈ വെലങ്ങുന്ന് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൂളിംഗ് ആണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കുന്നിന്റെ നമ്മള് പോയി കണ്ടില്ലേ, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വരും. കാണണം അമ്മാതിരി നോട്ടത് ഭയങ്കരമായിട്ട്. ഫ്ലൈറ്റിന് മോഡ് അങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ ഉണ്ടാവും. സിമ്മും മൂടാന്ന് തോന്നുന്നില്ലേ? ആയിരുന്നു. കൂളാണ്, കൂള് ആയിരുന്നു. ആലയുടെ ചോട്ടത്തിൽ നടന്നാട് യക്ഷി ഉണ്ടാവും, യക്ഷി. നീലി ചേച്ചി ഉണ്ടാവും ഇവിടെ പാലയുടെ ചോട്ടില്. നീലി ചേച്ചി നടന്ന് അടുത്ത് ഞങ്ങളിപ്പോ നടന്ന് ഉണ്ടായിരുന്ന വെള്ളവും തീർന്നു. അതെ, ഇനി വെള്ളം മേടിക്കണം. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് ഇരിക്കാന്ന് വെച്ചു. ഇവിടെ നല്ല പാറകളൊക്കെ ഉണ്ട്. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാല് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ. നല്ലൊരു അനുഭവം കേട്ടോ. എല്ലാവരും വരാൻ പറ്റുന്നവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇഷ്ടംപോലെ ഇവിടെ നടന്ന് കാണാനുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതിയാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പ്രകൃതിയാണുള്ളത്. അതായത് നമ്മൾ കാണാത്ത വൃക്ഷങ്ങൾ, ഞങ്ങളുടെ ഒരുപാട് ഐറ്റംസുകൾ, അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം. അതാണ് മെയിനായിട്ട്. നമുക്ക് നീങ്ങാം. പാർക്ക് പോലെ അതന്നെ, ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അവിടെ പോയിന്റ്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ഇപ്പം പാല നമ്മൾ 2-3 സ്ഥലത്തോട്ട് പാല കണ്ടു. പിന്നെ ഈ പറങ്കി മാങ്ങ, പിന്നെ അക്കിഷ മരമുണ്ട്. അതുപോലെ തന്നെ ഞാവള്, ഒരുപാട് മരങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പിന്നെ കാട്ടുചന്ദനം അതുണ്ട്. ഞാനിരുന്നു. ഇത് നമ്മൾ വന്ന റോഡാണോ? നമ്മൾ വന്ന റോഡാണോ അത്? ഇതാ അയ്യോ, പിന്നെ ഇത്ര ദൂരം നടക്കണമെന്ന് ആലോചിച്ച് നോക്കി. നല്ല ശാന്തത ഉണ്ട്.
സൈലന്റ്. സുഖമായിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ മറ്റേ വിലങ്ങൂന്ന് വന്നപ്പോൾ നമ്മൾ ഒരു പാത കണ്ടു നമ്മൾ. അപ്പോൾ ഈ മറ്റേ വിലങ്ങുന്ന് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് അടിച്ചു നമ്മൾ. ഇതാണ് നമ്മൾ എൻട്രി ചെയ്ത്, ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് പാസ് എടുത്ത് നമ്മൾ എൻട്രി ചെയ്ത് കയറി. നമ്മൾ എൻട്രി ചെയ്ത് കയറിയ വഴിക്കാണ് ഒരു പാത കണ്ടു. നമ്മളിങ്ങനെ ഒരു പാത കണ്ടപ്പോൾ ആ പാതയിൽ കൂടെ നമ്മളിങ്ങനെ പോയപ്പോൾ ഈ വിലങ്ങുന്ന് ഫുള്ളായിട്ട് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വന്നു നമ്മൾ. അത് നല്ല ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസകരമായിട്ടുള്ള നല്ല രസമാണ്. നമ്മളതിൻ്റെ ഈ മറ്റേ സൈഡിൽ കൂടെ എൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട് അവിടെ. അതെ, സുരക്ഷാ മാർഗത്തിലുള്ള കമ്പികളൊക്കെ ഉണ്ട്. അതെ, നമുക്ക് പിടിച്ച് വെച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ബൈനോക്കുലറൊക്കെ ഉണ്ട് ഇവിടെ. കിഡ്സ് പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകളുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇനി അതൊക്കെ ഒന്ന് പോയി കാണാം. അവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ടല്ലോ. അവിടെ ഒരു ഇത് കണ്ടില്ലേ, പീരങ്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയേക്കാം നമ്മൾ. ഇത് പിടിക്കുക, നമ്മൾ ഇത് കൂടെ ഇറങ്ങിയത്. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോയത്. ഇത് നല്ലൊരു പാതയാണ്, അതായത് നല്ലൊരു ഏരിയയിലേക്ക് തന്നെ ഇറങ്ങി പോകണ പോലെയാണ്. അപ്പം നമ്മളത് അതിൽ കൂടെ പോയപ്പോൾ നമ്മളിങ്ങനെ മൊത്തം റൗണ്ട് ചെയ്തിട്ട് നമ്മളിവിടെ എത്തി. നമ്മൾ ഇതിലേ വന്നു, നമ്മൾ ഇതിൽ കൂടെ വന്നു. നമ്മൾ വിലങ്ങുന്ന് ഫുൾ റൗണ്ട് ചെയ്ത് വന്നു കേട്ടോ. നമ്മൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ഒരു പീരങ്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബൈനോക്കുലർ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് മുകളിൽ കയറിയിട്ട് നോക്കണത് അതുണ്ടോയെന്നറിയില്ല, നോക്കി നോക്കാം നമുക്ക്. അല്ല, അതിവിടെ എവിടെയോ ഒരിക്കൽ കഴിഞ്ഞ അതിൻ്റെ മുകളിലാണ് തോന്നുന്നുണ്ട്. ഇത് ക്യാൻറ്റീൻ ആണോ, ഡിസ്ട്രിക്ട് ടൂറിസ്റ്റ് വിലങ്ങൻ ഹിൽസ് അമ്യൂസ്മെന്റ് പാർക്ക്. ഒക്കെ മാഞ്ഞു പോയിരിക്കണം അല്ലേ. IAS ശ്രീജ രാജശേഖരൻ. അച്ഛനോട് കണ്ടപ്പോ എങ്ങനെയാ ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നോ? ഇങ്ങനെ തന്നെയായിരുന്നു. എഴുത്തൊക്കെ മാഞ്ഞിട്ടുണ്ടായിരുന്ന? ഇല്ല, എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എഴുത്തൊക്കെ മാഞ്ഞു തുടങ്ങിയതൊക്കെ. അതൊക്കെ 1994 ശിലാസ്ഥാപനം. ശ്രീ ജി രാജശേഖരൻ IAS ആണ്, പുള്ളിയാണിത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഒരു പീരങ്കി ഉണ്ട് കേട്ടോ, ഒരു പീരങ്കി സംഭവം അറിയില്ല, അതൊക്കെ അങ്ങോട്ട് പോകും. ഇവിടെ പണ്ട് കാലത്ത് ഒരു പീരങ്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് സാധാരണ ഒരുവിധം പാർക്കുകളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. 4 പുറം മറ്റെന്താ ചങ്ങലൊക്കെ ഇട്ടിട്ട് കെട്ടിയിട്ടുള്ളതാണ്. ഇതാണ് പീരങ്കി. ഇതൊക്കെ പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ ഉണ്ട് ഇങ്ങനത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഐറ്റമാണ് ഇതൊക്കെ. അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഏയ് എന്താ സുഖം, പൊട്ടി വീഴാണ്ടിരുന്നാ മതി. പൊട്ടി വീഴൊന്നുമില്ല. ഒരാടുക്ക ഇരുമ്പിന്റെ അല്ലേ, അതാ പൊട്ടി വീണാലും ചന്തി വിദ്യയുടെ വീഴും. ആടി തരണ അങ്ങോട്ട് പീരങ്കിലിട്ട് ഉണ്ട പോലെ. ഞാനുണ്ട്, സുഖം ഉണ്ടാടുമ്പോ ജഗതി പോയ പോലെ ഒറ്റ ഓടും വിളിച്ചിട്ട് മതിയാ. നമുക്ക് അവിടെ വേറെ ശില്പം, കേരള ഈ കർഷകരെയാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഈ എന്താ പാടത്ത് പണിക്ക് നമ്മുടെ പൂർവികന്മാരൊക്കെ പാടത്ത് പണിക്ക് പോകുമായിരുന്നു. ഈ കൈക്കോട്ടും ഒക്കെ ഇട്ട് ഒരു മറ്റേ പാളട തൊപ്പി ഒക്കെ വെച്ചിട്ടാണ് പോവുക. അന്നേരം ഈ
മറ്റേ കൊയ്തിട്ടുള്ള നെല്ല് കറ്റ എന്ന് പറയും. കറ്റ കെട്ടിയിട്ട് അത് ഏറ്റിയിട്ട് കൊണ്ടാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു സീന കൊടുത്തേക്കും. 2 കുട്ടികളും ഒരു നായയുണ്ട് കൂട്ടത്തിൽ. അതൊക്കെ ഒരു ഓർമ്മകളാണ് ഇപ്പോൾ. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഈ പാടത്ത് പണിക്ക് കൃഷിക്കൊക്കെ നമ്മൾ ബംഗാളികളാണ് ഇറങ്ങണത്. പണ്ട് കാലത്തൊക്കെ നമ്മളെ പൂർവികർ തന്നെയായിരുന്നു രാവിലെ 7 മണിയാകുമ്പോൾ ഈ സൂര്യ ഉദിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ കൈക്കോട്ട് കൊടുത്തേണ്ട ഇറങ്ങായി. പിന്നെ പാടത്ത് തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം. അതുപോലെ തന്നെ പാടത്ത് വരമ്പത്ത് കയറി ഇരുന്നിട്ട് ഒരു തൂക്കുപാത്രം ഉണ്ടാവും. ആ തൂക്കുപാത്രത്തിൽ ഭക്ഷണം കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുകൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്നിട്ട് അസ്തമിക്കാറാകുമ്പോഴാണ് അവിടെ നിന്ന് എല്ലാവരും ഈ എന്താ പറയുക കയറിപ്പോരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ കാലഘട്ടം മാറി. ഇപ്പോൾ IT ഇതായി നമ്മുടെ ഇന്ത്യ, എന്താ പറയുക ലോകം മൊത്തമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് നമുക്ക്. നിരഞ്ജന് ഇതൊക്കെ ഈ പഠിക്കാനില്ലേ പാഠപുസ്തകത്തിൽ, ഹിസ്റ്ററിയിലില്ലേ? അതിലത്തെ കുറിച്ച് നമ്മുടെ വാഴവെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, കഥ തന്നെ ഉണ്ടായിരുന്നില്ല 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലേ? വാഴവെട്ട്. അതിലത്തെ മാർക്കോസ് പറയുന്ന ആള് കർഷകന്റെ ആ ഒരു ജീവിത ശൈലിയൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നമ്മൾ പണിത്. ഇതൊക്കെ ഇനിയും കാലഘട്ടം കുറേ കഴിയും തോറും ഇതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമായി തീരും. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് കംപ്ലീറ്റ് ബംഗാളികളാണ്. എല്ലാ പണിക്കും പാടത്ത് ഞാറ് നടാനടക്കം അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മുടെ മലയാളികൾ ആരുമില്ല. നടന്നു, സ്റ്റാച്ചു ഒക്കെ കണ്ടു, കുറച്ച് വെള്ളം നിറച്ചോണ്ടിരിക്കും. അച്ഛനെ ബുദ്ധി നോക്കിയേ, അയ്യോ എന്താ ബുദ്ധി. ഒരു രക്ഷയില്ല ഗേസ്, വെള്ളം കുടിക്കേണ്ട രക്ഷയില്ല, നല്ല ചൂടാണ്. അപ്പോൾ വെള്ളത്തിന് ആ കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല ദാഹം വന്നു. അപ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, മേടിച്ചത് തീർന്ന്. അപ്പോൾ അവിടെ നല്ല കൂൾ വാട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കൂൾ വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അശോകവനാണ് കേട്ടോ. അശോകവൻ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും രസകരമായിട്ടുള്ളൊരു ഏരിയ, അതുമാത്രം നല്ല കൂളിംഗ് ഉള്ളൊരു ഏരിയ. എല്ലാത്തരം വൃക്ഷങ്ങളും ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ് അശോകവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിഡ്സിൻ്റെ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക്, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം, അല്ലെങ്കിൽ നമുക്ക് കയറാം. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റും. നമുക്കത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ ഒന്നും ഇതില്ല, നല്ല വെയിലാണ്. ഇവിടെ ഒരു 4 മണിക്ക് ശേഷം ഉച്ചരിഞ്ഞ് 4 മണി 5 മണി ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കേട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ. ഒരു നല്ല രസമായിട്ട് കുട്ടികൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കളിക്കാനുള്ള എല്ലാ ഐറ്റംസുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു SRK ഫുഡ് കോർട്ട് കാണാൻ പറ്റും. ചായ, കാപ്പി, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, മറ്റേ സ്നാക്സുകൾ എല്ലാം കിട്ടുന്ന ഒരു ഇതുണ്ട്, ഷോപ്പുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ബുദ്ധിമുട്ടണ്ട എന്നുള്ളതാണ് കാര്യം. നമുക്കൊന്ന് കേട്ടൊരു ചായ കുടിക്കാം. നമുക്ക് അപ്പോൾ ഞങ്ങള് ചായ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചായ പറഞ്ഞിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു, ചോക്ലേറ്റിൻ്റെ ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒരു ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ചായ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചായ വരാൻ വേണ്ടി. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ ചായ വന്നു, ഷെയ്ക്ക് വന്നു. ഇത് നമ്മൾ 2 പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കൂടി വരും. സ്നാക്സ് കഴിക്കും, ചായ കുടിക്കാം. ഓക്കെ, നമ്മൾ പഴംപൊരി വന്നു. നമ്മളത് പകുതിയോളം കഴിച്ചു കേട്ടോ. അതിന് ടേസ്റ്റ് കാരണം കഴിച്ചാണ്. നല്ല രുചിയുള്ള പഴംപൊരി കേട്ടോ. നമ്മൾ കഴിക്കും. ഷെയ്ക്ക് എങ്ങനെയുണ്ട്?
സൂപ്പറാണ്, അടിപൊളി. അപ്പൊ നമ്മള് വെലങ്ങൻകുന്നിന്റെ എല്ലാ വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. കൂടുതലും ഇവിടെ ഈ മറ്റേ വൃക്ഷങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അതിന്റെ നല്ലൊരു അന്തരീക്ഷം തന്നെയുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു കിഡ്സ് പാർക്കുണ്ട്, മറ്റേ കിഡ്സ് പാർക്ക് ഉണ്ട്, സ്റ്റാച്യൂസ്. അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു പീരങ്കി ഇങ്ങനെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.